ഹലോ അപ്പം എന്ന് വന്നിരിക്കുന്നത് 12 സിനിമകളുടെ OTT റിലീസ് ആയിട്ടാണ്. അതിന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ OTT റിലീസ് ഒരു കോമഡി ഹൊറർ സിനിമേന്റെയാണ്. സൂ ഫ്രം സോ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. കന്നഡയിൽ നല്ല ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ്. മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലായിട്ട് നമ്മുടെ ജിയോ സ്റ്റാറിൽ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സിനിമയാണ് പർദ എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമയാണ്. മലയാളം, തമിഴ്, തെലുങ്കു ഭാഷയിലായിട്ട് നിലവിൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ ഇപ്പൊ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അനുപമ, ദർശന, രാജേന്ദ്രൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും പടം കണ്ടവരെന്തായാലും പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. നല്ല സിനിമ തന്നെ ആവട്ടെ. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂലി സിനിമയും നിലവിൽ OTT റിലീസ് നടന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 11 മുതലാണ് സിനിമയുടെ ഒഫീഷ്യലായ OTT റിലീസ് നടന്നിരിക്കുന്നത്. അതും നമ്മുടെ ആമസോൺ പ്രൈമില് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്കു ഭാഷകളിലാണ് സിനിമയുടെ OTT റിലീസ് ഒഫീഷ്യലായിട്ട് നടന്നിരിക്കുന്നത്. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കട്ടെ സിനിമ OTT റിലീസ് വന്നിട്ടും. അത് മാത്രമല്ല സിനിമ OTT കാണുക, അതും തിയേറ്ററിൽ കാണാത്തവര്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. സിനിമേന്റെ മലയാളം OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ നടന്നതാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ സിനിമേന്റെ ഒഫീഷ്യലായിട്ട് ഡബ് വെർഷൻ OTT റിലീസ് വന്നിരിക്കുകയാണ്. ഈ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ. അതും ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറഞ്ഞ ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമിലാണ് സെപ്റ്റംബർ 12 മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു മലയാള സിനിമയാണ് മീശ എന്ന് പറഞ്ഞ സിനിമ. സൺ നെക്സ്റ്റ്, സിംപ്ലി സൗത്തിലേക്ക് ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു മലയാള സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മീശ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമ കാണാത്തവർ എന്തായാലും പോയി കാണുക നമ്മുടെ മീശ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ സിനിമേന്റെ നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. മറ്റൊരു സിനിമയാണ് വെറും 40 കോടി ബഡ്ജറ്റിൽ വന്നിട്ട് ഒരു വമ്പൻ കളക്ഷൻ നേടിയെടുത്ത സയ്യാര എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് ബോക്സ് ഓഫീസിൽ 500 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ 12 മുതൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി പതിപ്പിലായിട്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ സയ്യാര എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുക. സിനിമ കണ്ടവരെന്തായാലും സിനിമേന്റെ OTT റിലീസ് നടന്നിരിക്കുകയാണ്. മറ്റൊരു ഫീൽ ഗുഡ് ആസിഫ് അലി സിനിമയാണ് സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി കൺഫേം ആയിരിക്കുകയാണ്. മൺറം മാക്സ് വഴി ഈ വരുന്ന സെപ്റ്റംബർ മാസം ലാസ്റ്റ് സെപ്റ്റംബർ 26 ഈ ഒരു ഗുഡ് ഫീൽ സിനിമ OTT റിലീസ് ആയിട്ട് പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ആസിഫ് അലിന്റെ സർക്കീട്ട് എന്ന സിനിമയുടെ ഒഫീഷ്യലായ OTT റിലീസ് ആയിട്ട് സെപ്റ്റംബർ 26 മറ്റൊരു തമിഴ് കോമഡി ഹൊറർ സിനിമയാണ് ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ OTT അവകാശം ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ZEE5 സെപ്റ്റംബർ മാസമാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, സെപ്റ്റംബർ 19. അതും തമിഴ് പതിപ്പിലായിട്ടാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. മൾട്ടി ലാംഗ്വേജസ് ഇതുവരെയായിട്ടും ഒരു അറിയിപ്പും ഇല്ല. എന്തായാലും സിനിമ തമിഴ് ഭാഷ എന്തായാലും കൺഫേം ആയിരിക്കും OTT റിലീസ് 19. മറ്റൊരു സിനിമയാണ് മദ്രാസി എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ OTT അവകാശം മേടിച്ചിരിക്കുന്നത് നമ്മുടെ ആമസോൺ പ്രൈം ആണ്. സിനിമ ഒക്ടോബർ മാസമാണ് OTT റിലീസ് കൺഫേം ആയിരിക്കുന്നത്. ഒക്ടോബർ 3 വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ 100 കോടിയിലോട്ട് പോവുകയാണ് ഡേ ബൈ ഡേ ആയിട്ട് കളക്ഷൻസ്. എന്തായാലും മദ്രാസ് സിനിമയുടെ OTT റിലീസിനായിട്ട് ഒക്ടോബർ വരെ കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു വമ്പൻ സിനിമയാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റുപോയിരിക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സുമായിട്ടാണ്. വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ്. സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ ഈ വരുന്ന സെപ്റ്റംബർ 26 നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. എന്തായാലും സാധ്യത മാത്രമാണ്. അല്ലെങ്കിൽ ഒക്ടോബറിൽ ഫസ്റ്റ് വീക്കിലോട്ട് പോകും സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്. മറ്റൊരു ആനിമേറ്റഡ് സിനിമയാണ് മഹാ അവതാർ നരസിംഹ എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു ആനിമേറ്റഡ് സിനിമയാണെങ്കിൽ പോലും വമ്പൻ റെക്കോർഡ് കളക്ഷനാണ്. 300 കോടിയിലേറെ കളക്ഷനാണ് സിനിമ വേൾഡ് വൈഡ് നേടിയെടുത്തത്. സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 19 മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് മൾട്ടി ലാംഗ്വേജസിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു ഹിന്ദി സിനിമയാണ് വാർ എന്ന സിനിമയുടെ 2ാം ഭാഗം. പടത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ആമസോൺ പ്രൈം ആണ്. ഒക്ടോബർ 8 നമ്മുടെ വാർ എന്ന സിനിമയുടെ 2ാം ഭാഗം ഒഫീഷ്യലായിട്ട് OTT റിലീസിന് പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഇത്രയും സിനിമകളുടെ OTT റിലീസിനായിട്ട്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.